ഓക്കെ, ഇവിടെ ഇങ്ങനെ പോലീസ് പോയിട്ടാ നമ്മുടെ സ്റ്റാറൊക്കെ പോയി. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി ആമുനേഷനിൽ പോയിട്ട് ഒരു പിസ്റ്റൽ മേടിക്കാം. നമ്മുടെ കയ്യിലിപ്പോൾ $700 ഉണ്ടല്ലോ. ആ പ്രൈസിൽ പിസ്റ്റലൊക്കെ കിട്ടുമെന്ന് വിചാരിക്കണു. ആമുനേഷൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ഓ, നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് സ്ക്രാച്ചായി. അതിപ്പോൾ സീനില്ലേ, വല്ലവരുടെ വണ്ടിയില്ലേ. ഇതാണ് നമ്മുടെ ആമുനേഷൻ. ഒരു വെപ്പൺ നമ്മുടെ കയ്യിലുള്ളത് നല്ലതാ, ഒരു സേഫ്റ്റിക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ വെപ്പൺസ് കാണാൻ പറ്റും. ഈ പിസ്റ്റലിന് $350, ഇതിന് $2000. ഓ, അത്ര പൈസയൊന്നും എൻ്റെ കയ്യിലില്ല. ഇവിടെ $600 പിസ്റ്റലുണ്ട്. പിന്നെ ബാക്കി വെപ്പൺസൊക്കെ $1000 മേലെയാ. ഇതൊന്നും നമ്മളെ കൊണ്ട് ഇപ്പോൾ മേടിക്കാൻ പറ്റില്ല. നമുക്ക് തൽക്കാലം ഈ $600 പിസ്റ്റൽ മേടിക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച്മെൻ്റ് ഒന്നും മേടിക്കണില്ല, അത്ര പൈസയൊന്നും ഇല്ല. അപ്പോൾ സെറ്റ്, പിസ്റ്റലെങ്കിൽ പിസ്റ്റല്. ആ പിസ്റ്റലിൽ 36 ഉണ്ടുണ്ട്. അതൊക്കെ മതിയാവും. ഞാൻ ഇപ്പോൾ വലിയ ഫൈറ്റൊന്നും എടുക്കാൻ നിൽക്കണില്ല. കാശടിച്ച് മാറ്റുക, എന്നിട്ട് വേഗം സ്ഥലം വിടുക, അത്രേ ഉള്ളൂ. നമുക്ക് ബാങ്കിൻ്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്യാം. ഇതാണ് ആ ബാങ്ക്, ബാങ്ക് ഓഫ് ലിബർട്ടി. ഇത് ലോസ് ആൻഡോസിലെ ഏറ്റവും ചെറിയ ബാങ്കാ. നമുക്ക് ആദ്യം ചെറിയ ചെറിയ ബാങ്കുകൾ കൊള്ളടിക്കാം, എന്നിട്ട് വലുതിൽ കിടക്കാം. ഈ ചെറിയ ബാങ്ക് തന്നെ കൊള്ളടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാസ്ക് പിടിച്ച കാര്യമാണ്. ഓക്കെ, ഇവിടെ ഞാൻ ബാങ്കിലേക്ക് എത്തിയേക്കാം. ഇതാണ് ബാങ്ക് ഓഫ് ലിബർട്ടി, ചെറിയ ബാങ്കാ. അപ്പം നമുക്ക് പോയിട്ട് കൊള്ളടിക്കല്ലേ. ഒന്ന് നോക്കണ്ട, വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, ഗണ്ണെടുക്കുക, നേരെ പോവുക ബാങ്കിലേക്ക്. ഓക്കെ, നമ്മളങ്ങനെ ബാങ്കിൻ്റെ അകത്തേക്ക് എത്തി. ഇവിടെ ഒരു ഗാർഡ് ഉണ്ട്, അതിനങ്ങ് അടിച്ചിടാം. ഓ, ആ ഗാർഡിനെ അടിച്ചപ്പോൾ നമുക്ക് 5 സ്റ്റാർ വാണ്ടഡ് ലെവൽ വന്നു. എൻ്റെ അമ്മോ, നമുക്കിനി വേഗം പോയിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവന്മാരെ അങ്ങ് വെടിവെച്ചിടാം. ഇവർ ചിലപ്പോൾ പോലീസിനൊക്കെ വിളിച്ചറിയിക്കും. ഓക്കെ, അവന്മാരങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോക്കർ റൂമിലേക്ക് പോവാം. ഇവിടെ നമുക്ക് പാസ്വേഡ് ആഡ് ചെയ്യണം. പാസ്വേഡ് നമുക്കറിയില്ല, അതുകൊണ്ട് നമുക്കത് ഹാക്ക് ചെയ്യാം. എനിക്കിപ്പോൾ വലിയ കാര്യമായിട്ട് ഹാക്ക് ചെയ്യാനൊന്നും അറിയില്ല. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ലെസ്റ്റർ. അയാൾക്ക് നന്നായിട്ട് ഹാക്ക് ചെയ്യാനൊക്കെ അറിയാം. ഞാനിപ്പോൾ അത്ര പ്രൊഫഷണൽ ഹാക്കറൊന്നുമല്ല. നമുക്കിത് എങ്ങനെയെങ്കിലും ഒക്കെ ഹാക്ക് ചെയ്യാം. എന്തായാലും ഹാക്ക് ചെയ്തേ പറ്റൂ. ഓക്കെ, ഇവിടെ അങ്ങനെ പാസ്വേഡൊക്കെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം സക്സസ്ഫുള്ളായി. ഇവിടെ ഇങ്ങനെ ഷട്ടർ തുറന്നു. നമുക്കിനി പോയിട്ട് ക്യാഷൊക്കെ അടിച്ചു മാറ്റാം. എവിടെ ക്യാഷൊക്കെ? ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കാണാൻ പറ്റും. ക്യാഷുണ്ട്, ഗോൾഡുണ്ട്, എല്ലാം നമുക്ക് അടിച്ചു മാറ്റാം. ഒരെണ്ണം പോലും നമ്മൾ ബാക്കി വയ്ക്കില്ലേ. വേഗം പറക്കടാ. ഓക്കെ, നമ്മളങ്ങനെ ഇഷ്ടം പോലെ ക്യാഷും ഗോൾഡും അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊക്കെ ധാരാളാ. ഈ അലാമ് കുറേ നേരമായിട്ട് അടിക്കണ്ടല്ലോ. നമുക്ക് വേഗം ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാം. അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പോലീസ് നമ്മൾ പിടിക്കും. ഓക്കെ, വേഗം ഓടി രക്ഷപ്പെടാം. ഇവിടെ വായിന്ന് മാറാ. ഇവിടെ ഇപ്പോൾ സിറ്റിയിൽ നിറച്ച് പോലീസുകാരാ. വേഗം വണ്ടിയിൽ കയറ്, സ്റ്റാർട്ടാക്ക്. ഓക്കെ, ഹെലികോപ്റ്ററിലൊക്കെ പോലീസ് വരുന്നു. നമുക്കിങ്ങനെ എങ്ങനെയെങ്കിലും പോയിട്ട് രക്ഷപ്പെടണം. ഞാൻ ആലോചിക്കണതേ മെട്രോ സ്റ്റേഷനിൽ പോവാന്ന്. അവിടെ ടണലൊക്കെ ഉണ്ടാവും. പക്ഷെ മെട്രോ സ്റ്റേഷൻ എവിടെയാണാവോ? അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയില്ല. നമുക്കത് എങ്ങനെയെങ്കിലും പോയിട്ട് കണ്ടുപിടിക്കണം. ആ ടണലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെടും. ഈ മെട്രോ സ്റ്റേഷൻ എവിടെയാണാവോ? കാണാനില്ല. എൻ്റെ വണ്ടിയുടെ പരിപ്പിളകി. ഇപ്പോൾ അത് ശരിക്കും ഇളകി. ഈ ഭാഗത്ത് എവിടെയോ ഒരു ടണലുണ്ട്, ഒരു ഫ്ലൈ ഓവറിൻ്റെ അടിയിലൊക്കെ ആയിട്ടാ. ആ ടണലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പായി. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ആവോ? ഇതാണ് ആ ടണല്. നമുക്ക് വേഗം അകത്തേക്ക് കയറാം. എടാ, എന്തുട്ടടാ കാണിക്കണ്? നമ്മുടെ വണ്ടി മറിഞ്ഞല്ലോ. നേരെയാവ്. എടാ ഫ്രാങ്ക്ലിൻ, എന്തുട്ടാ കാണിക്കണേ? വേഗം അകത്തേക്ക് കയറാ. ഓക്കെ, നമ്മളങ്ങനെ അകത്തേക്ക് കയറി. ഇനി നമ്മൾ രക്ഷപ്പെടും. അല്ല, ഇവന്മാരും അകത്തേക്ക് കയറിയല്ലോ. ഒരു മിനിറ്റ്, അതിനങ്ങ് ഇടിച്ചിടാം. വഴിന്ന് മാറാ, നമ്മൾ ജീവിച്ച് പൊക്കോട്ടെ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ടണല്. ഇനിയിപ്പോൾ പോലീസുകാരെന്നെ പിടിക്കില്ല, പിടിക്കാനായിട്ട് ചാൻസ് കുറവാ. നമുക്കിനി കുറച്ച് നേരം ഈ ടണലിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒക്കെ കറങ്ങി നടക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെട്ടേക്കാ. ഫൈനലി നമ്മൾ ബാങ്ക് അങ്ങ് റോബറി ചെയ്തു. നമ്മുടെ കയ്യിൽ ഇപ്പോൾ $5 മില്യൺ ഉണ്ട്. മതി,
കുറച്ച് ദിവസത്തേക്ക് ഇതൊക്കെ ധാരാളമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ബാങ്ക് പോയിട്ട് കൊള്ളടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബിസിനസ് പോയിട്ട് തുടങ്ങാം. അതായിരിക്കും കുറച്ചുകൂടി ഭേദം. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കയ്യിൽ ഇപ്പോൾ നല്ല ഡ്രസ്സൊന്നും ഇല്ല. ഇപ്പോഴും ഒരു ബനിയനിട്ടിട്ടാണ് നടക്കണേ. ഇവിടെ ഞാൻ ഒരു തുണിക്കടയിൽ കയറി. അയ്യോ, ഗണ്ണെടുത്ത് വയ്ക്കട്ടെ. ആൾക്കാരെൻ്റെ ഗണ്ണും കണ്ട് പേടിച്ചോടി. ഇവിടെ ഞാനിപ്പോൾ ഒരു പ്രീമിയം തുണിക്കടയിലാണ് കയറിയത്. ഇവിടെയുള്ള എല്ലാ ഡ്രസ്സുകൾക്കും നല്ല വിലയുണ്ടാവും. അതൊന്നും സീനില്ല, നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. ഓക്കെ, ഞാനങ്ങനെ ഒരു ഡ്രസ്സൊക്കെ മേടിച്ചു. ഈ ബ്ലൂ കളർ കാണാനായിട്ട് കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ ഫ്രാങ്ക്ലിനെ കണ്ടു കഴിഞ്ഞാൽ റിച്ചാന്നാ പറയുള്ളൂ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ ഏതെങ്കിലും ബാങ്ക് റോബറി ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം. ഇനിയിപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞാൽ മതി. ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ ആയിട്ട് വന്നോളാം.